ഈ വാസ്തു എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പം പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട്, വാസ്തു നോക്കാതെ വീട്ടിൽ കയറി വീട് വെച്ചു, അവിടെ കുലം മുടിയുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ അമ്പലങ്ങൾക്കും അപ്പോൾ വാസ്തു നോക്കണം അല്ലെങ്കിൽ വീടുകൾക്കും വാസ്തു നോക്കുന്നത് നിർബന്ധമാണോ? തീർച്ചയായിട്ടും വാസ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പഠിക്കുന്നില്ല. വാസ്തുവിനെ കുറിച്ച് എന്താണ് വാസ്തു എന്ന് പറയുന്നത്, അതൊരു മിഥ്യാശാസ്ത്രമായിട്ടാണ് ഇന്ന് എല്ലാവരും അതിനെ പറയുന്നത്. വാസ്തു എന്തിനാണ് 4 സെൻറ്റിലും 5 സെൻറ്റിലും കുറ്റിയടിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് അതിനെ തരം താഴ്ത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വാസ്തുശാസ്ത്രം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വാസ്തു ഇതാണ് ചോദിക്കുന്നത്. പാശ്ചാത്യർ അല്ലെങ്കിൽ അറബി രാജ്യങ്ങളിൽ ഇവരൊക്കെ വാസ്തു നോക്കിയിട്ടാണോ കുറ്റിയടിച്ചിട്ടാണോ അവരവിടെ ചെയ്യുന്നത്? അപ്പോൾ അവിടെ ഏതൊരു നിർമ്മിതിക്കും ഒരു എൻജിനീയറിംഗ് വേണം. ഇംഗ്ലീഷ് ഭാഷയിൽ പറയുമ്പോൾ എൻജിനീയറിംഗ് എന്ന് പറയും, അത് സംസ്കൃത ഭാഷയിൽ പറയുമ്പോൾ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ തച്ചുശാസ്ത്രം എന്ന് പറയും. തച്ചുശാസ്ത്രമാണ് ശരി. ഇപ്പോൾ വാസ്തുശാസ്ത്രം എന്നുള്ളതായ ഒരു പേരിലാണ് കൂടുതൽ അറിയെങ്കിലും അത് തച്ചുശാസ്ത്രമാണ്. തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തച്ചിൻ്റെ ശാസ്ത്രം തച്ചുശാസ്ത്രം. തച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണം നടത്തും. അപ്പം നിർമ്മാണത്തിൻ്റെ ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം. ആ തച്ചുശാസ്ത്രം എവിടെ ചെയ്യുന്നു എന്നുള്ളത് നോക്കുമ്പോൾ അതൊരു ഭൂമിയിലാണ് ചെയ്യുന്നത്. ആ ഭൂമിശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. മനസ്സിലായില്ലേ? ആ ഭൂമി ഒരു പ്രധാന ഘടകമാണ്. ആ ഭൂമിയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നതായ അമ്പലമായാലും ആ ഭൂമിയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നതായ വീടായാലും ഇതിന് ഒക്കെ അതിനും ഒരു കണക്ക് വേണം, ഇതിനും ഒരു കണക്ക് വേണം. ഇത് രണ്ടും രണ്ടല്ല, ഇതിനെല്ലാത്തിനും ഒരേ ശാസ്ത്രമുള്ളൂ. ഗൃഹവാസ്തു എന്നും ക്ഷേത്രവാസ്തു എന്നും പറഞ്ഞു കേട്ട് ഒരു വേർതിരിവും നമുക്ക് ഈ ശാസ്ത്രത്തിൽ കാണാനില്ല. ഇത് രണ്ടും ഒന്നാണ്. ദേവാദീനാം നരാണാം ച യേഷു രമ്യതയാ ചിരം മനാംസജ പ്രസീദന്തി പ്രാസാദസ്തേന കീർത്തിയത് എന്നാണ്. ദേവന്മാരുടെ ഗൃഹത്തിനും മനുഷ്യന്മാരുടെ ഗൃഹത്തിനും പ്രാസാദം എന്നാണ് പറയുന്നത്. പ്രാസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദത്തെ തരുന്നത് ഏതോ അത് പ്രാസാദം. പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. സന്തോഷത്തെ തരുന്ന ഇടം എവിടെയുണ്ടോ അതിനെയാണ് പ്രാസാദം എന്ന് പറയുന്നത്. അത് അമ്പലമായാലും വീടായാലും പ്രസാദം തരുന്നതായിരിക്കും. യേശു രമ്യതയാ ചിരം, അത് എക്കാലവും രമ്യമായിരിക്കണം. മനാംസജ പ്രസീദന്തി, മനസ്സിന് സന്തോഷം തരുന്നത് തന്നെയായിരിക്കണം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം. അത് തന്നെയാണ് വീടിൻ്റെ കാര്യങ്ങളിൽ. ഇതാണ് യേശു രമ്യതയാ ചിരം രമ്യതയാ എന്നാണ്, എക്കാലവും രമ്യമായിരിക്കണം. മധുരമീനാക്ഷി പോലുള്ളതായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ട് 3600 വർഷങ്ങൾക്ക് അപ്പുറം പഴക്കെത്തി. 5000 വർഷവും 6000 വർഷവും പഴക്കെത്തിയതായ ക്ഷേത്രങ്ങൾ നമ്മുടെ ഭാരതത്തിന് പുറത്തുമുണ്ട്. ഇതെല്ലാം ഭാരതീയ വാസ്തുശാസ്ത്ര അനുസരിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. അന്നത്തെ എൻജിനീയറിംഗ് ആണ് വാസ്തുശാസ്ത്രം. ആ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നതായ ശാസ്ത്രത്തെ നമ്മൾ പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാകുള്ളൂ. വാസ്തുശാസ്ത്രത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വിശ്വകർമാവ് ഉണ്ടാക്കിയിരിക്കുന്നതായ വിശ്വകർമ്മ പ്രകാശിക എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അപരാജിത പൃച്ഛ എന്ന് പറഞ്ഞിട്ട്, അത് വിശ്വകർമാവും ചോദ്യവും അതിനുള്ള ഉത്തരവും കൊടുക്കുന്നതായ അപരാജിത പൃച്ഛ. അപരാജിതൻ ആണ് അവിടെ സംസാരിക്കുന്നതും അതിന് ആൻസർ കൊടുക്കുന്നതൊക്കെ. അതാണ് അപരാജിത പൃച്ഛ. ഇന്ന് ലോകത്തിലുള്ള ഏതൊരു ചോദ്യത്തിനും അപരാജിത പൃച്ഛയിൽ ഉത്തരവുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. അറിയില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതായ ഗ്രന്ഥങ്ങളെ എന്തൊക്കെയോ ചെറിയ മലയാളത്തിലൊക്കെ ഉള്ളതായ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് അതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു നടക്കുന്നതായ കുറേ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതായ ആളുകളുണ്ട്. മയമതം ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്നതായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മയമതം. മയമതം എന്ന് പറയുന്നത് മയനുണ്ടാക്കിയതാണ്. മനുമതം എന്ന് പറയുന്നത് അതിന് കാശ്യപ ശില്പം അല്ല, മനുമതത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ ആ മയമതമായാലും മനുമതമായാലും ഇതെല്ലാം മനുവും മയനുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതാണ് ഇന്നത്തെ ശാസ്ത്രമായിട്ട് അംഗീകരിച്ചു പോന്നിരിക്കുന്ന ഗ്രന്ഥങ്ങൾ.